നമ്മളൊരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 30,000 രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ട്? നല്ലൊരു ലാഭമല്ലേ ജിഷോ? ഇത് ഏത് വലുപ്പത്തിലും പറ്റും ജിഷോ? ഓ പിന്നെ കരിമ്പ് ഏത് വലുപ്പത്തിലും അടിക്കും. ഇത് നല്ല തടിയുള്ള കരിമ്പാണ്. ഇത് ഭയങ്കര വലുപ്പമുണ്ട്. ഇത്രയും അടിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മൾ ക്രഷർ ചെയ്തത്, കണ്ടോ? ഇത് മൊത്തം പൊടിഞ്ഞു പോയി. കണ്ടോ? നമുക്ക് വായിൽ കടിച്ചു നോക്കിയാലും മധുരം ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളൊരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 30,000 രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ട്? നല്ലൊരു ലാഭമല്ലേ? അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ, ഇതൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള കരിമ്പ് മെഷീനുകൾ, ജ്യൂസ് എടുക്കുന്ന മെഷീനുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാർന്ന ഒരു മെഷീൻ നമ്മുടെ മലപ്പുറംകാരൻ ജിഷോയ് കണ്ടെത്തിയിട്ടുണ്ട്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ്. ജിഷോയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജിഷോയ് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ ഫേമസ് ആയ ആളാണ്. ഇത് മലപ്പുറം തവനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ? തവനൂർ അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ലൊരു ഗ്രാമമാണ്, അടിപൊളി സ്ഥലമാണ്. നമ്മൾ അതിൻ്റെ ഇതൊക്കെ കാണാൻ, ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഏർലി മോർണിംഗ് ആണ് വന്നിരിക്കുന്നത്. എനിവേ, എന്തായാലും നമ്മൾ ഇനി അധികം സംസാരിച്ചൊരു അധിക പ്രസംഗിയാകുന്നില്ല. ഞാൻ നമ്മുടെ ജിഷോയെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ സാക്ഷാൽ ജിഷോയ്. ഹായ്, നമസ്കാരം. ഇപ്പോൾ ജിഷോയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ വന്യമൃഗങ്ങളെ ഓടിക്കാനുള്ള ഒരു ഡിവൈസ് അത് കണ്ടെത്തിയ ആളാണ് ജിഷോയ്. അതിനൊപ്പം തന്നെ ജിഷോയ് അന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഷുഗർ കെയിൻ മെഷീൻ. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ജിഷോ? ഇതൊന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആദ്യം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് നമുക്ക് കരിമ്പ് ഇടുന്ന ഇൻലെക്ട്. ഇതിൽ 3 ക്രഷറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ 120 ഡിഗ്രി നല്ല ഈസി ആയിട്ട്, നല്ല സിമ്പിൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതായത് ആർക്കും യൂസ് ചെയ്യാം. സ്ത്രീകൾക്ക് യൂസ് ചെയ്യാം, ഭിന്നശേഷികളുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, ബ്ലൈൻഡിന് യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാം. സിംഗിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു സ്വിച്ച് ഓൺ ചെയ്യാനേ ഉള്ളൂ. സ്വിച്ച് ഓൺ ചെയ്താൽ മെഷീൻ വർക്ക് ചെയ്യും. ജസ്റ്റ് കരിമ്പ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് താഴെയിലൂടെ നമുക്ക് ജ്യൂസ് കിട്ടും, ബാക്കിലൂടെ അതിന്റെ വേസ്റ്റും പോകും. നമുക്ക് ഒറ്റ ക്രഷറിൽ തന്നെ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ യൂണിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ജിഷോ. ഇതുപോലെ ഒരുപാട് കരിമ്പിൻ ജ്യൂസ് മെഷീൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് എന്താണ് ഇവനെ വ്യത്യസ്തനാകുന്നത്? ഇതിന്റെ മെയിൻ വ്യത്യസ്തം എന്ന് വെച്ചാൽ ബാറ്ററിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററി ഒരു ചെറിയ യൂണിറ്റ്, ഒരു 3 കിലോ ഉള്ള ബാറ്ററിയാണ്. ജസ്റ്റ് ചെറിയൊരു ബാറ്ററി. ഈ ഒരു ബാറ്ററിയിൽ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഏകദേശം ഒരു തവണ ചാർജ് ചെയ്യാൻ നമുക്ക് ഒരു 12 രൂപ ഉള്ള കോസ്റ്റ് വരുള്ളൂ. ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കാരണം 12 to 15 രൂപ 3 യൂണിറ്റ് കറണ്ട് മാക്സിമം വരും. പിന്നെ നമ്മൾ കടകളിലാണെങ്കിൽ 7 രൂപ വെച്ചിട്ടും 21 രൂപ. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് 1000 ഗ്ലാസ് ജ്യൂസ് അടിക്കാം. ഏകദേശം 350 കിലോ കരിമ്പിന്റെ മുകളിൽ അടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു 100 കിലോ കരിമ്പിന് 1000 രൂപ അല്ലേ? 100 കിലോ കരിമ്പിന്, 1 കിലോ കരിമ്പിന് നമുക്ക് ഇവിടെ 9 രൂപയാണ് വരുന്നത്. 100 കിലോന് 900 രൂപയാണ്. 1000 രൂപ വെച്ച് നമുക്ക് കൂട്ടാം. ഒരു 300 കിലോ എന്ന് പറയുമ്പോൾ 3000 രൂപ. അതാണ് ഞാൻ ഓക്കെ. പിന്നെ ഒരു 12 രൂപ കറണ്ട് ചാർജ് കൂടെ വെക്കാം അല്ലേ? അപ്പോൾ 1000 ഗ്ലാസ് നമുക്ക് കരിമ്പിൻ ജ്യൂസ് ആയിട്ട് വിൽക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് 30 രൂപയ്ക്ക് വിറ്റാലും പിന്നെ നമുക്ക് എവിടെയും വെക്കാം. ഇത്ര സ്ഥലം മതി. കണ്ടോ, വേറെ മറ്റു കണക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിപ്പോ സാധാരണ കരിമ്പ് നമ്മൾ റോഡ് സൈഡിലാണല്ലോ കച്ചവടം ചെയ്യാം. അപ്പൊ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഡെയിലി 100 രൂപയ്ക്കെങ്കിലും പെട്രോൾ അടിക്കാത്ത ഒരു കരിമ്പ് കച്ചവടക്കാരും ഉണ്ടാവില്ല. നമ്മൾ പോകുന്നതാണ്, നമുക്കറിയാം. വലിയ ഉത്സവങ്ങൾക്കാണെങ്കിൽ അവർ കൂടുതൽ പൈസ കിടക്കും. ജസ്റ്റ് റോഡ് സൈഡ് ആണെങ്കിലും 100 രൂപയ്ക്ക് അവർ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അടിക്കണം. ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ മാസം 3000 രൂപയില്ലേ? അത് അവർ വെറുതെ കത്തിച്ച് കളയുന്നതാണ്. ബാറ്ററിയിലുള്ള നിരവധി ഉണ്ട്. ഇത് വ്യത്യാസമുണ്ട്. അത് ഇൻവേർട്ടർ വെച്ചിട്ടായിരിക്കും. അതിൽ നമുക്ക് അധികം ജ്യൂസ് കപ്പാസിറ്റി കിട്ടില്ല. നമുക്കൊരു 30 ഗ്ലാസ് 40 ഗ്ലാസ് മാക്സിമം കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഔട്ട്ഡോർ ഒരിക്കലും അടിക്കാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങിച്ചുള്ളവർക്ക് നമുക്ക് അറിയാൻ പറ്റും. അത് ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് ബാറ്ററി വെച്ചിട്ടുള്ളതാണ്. അത് ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണെങ്കിലും ഇൻവേർട്ടർ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് നമുക്കൊരു 30 ഗ്ലാസ് 40 ഗ്ലാസ് മാക്സിമം. പിന്നെ അവർ പറയും 6 മണിക്കൂറൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പവർ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടത്. അതാണ് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം. അതും രണ്ടും കൂടെ കമ്പാരിസൺ കഴിച്ചാൽ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. ഇതിന്റെ റോളറിന്റെ പ്രത്യേകത അങ്ങനെയാണ്. കൂടുതലായിട്ട് ജ്യൂസ് അതുപോലെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ഫാസ്റ്റ് ആയിട്ട് ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ പറയാം, നമുക്ക് ഏറ്റവും സ്പീഡിലായിട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾ നമുക്ക് അത്രയും കച്ചവടം നമുക്ക് കിട്ടാം. നമുക്ക് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് സ്പീഡിൽ അടിക്കേണ്ടി വരും. അപ്പൊ ജിഷോയുടെ കണ്ടെത്തൽ എന്താണ്? ഇതിനകത്ത് ബാറ്ററി ആണോ? ഇതിന്റെ ബാറ്ററി അല്ല. ബാറ്ററി നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ സ്പെക്ക് കൊടുത്തിട്ട് നമ്മളെ യൂണിറ്റ് നമ്മുടേതായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിനുള്ള ഒരു പിന്നെ ജസ്റ്റ് ഒരു സർക്യൂട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു റോളറിലെ നമ്മൾ പറഞ്ഞില്ലേ ഫുൾ ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ നീര് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. നല്ല സൗണ്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. സൈലന്റ് ആണല്ലോ ഇപ്പൊ തന്നെ ഓൺ ചെയ്യാറ്. ഇത് ജസ്റ്റ് ഒരു ബ്രേക്കർ ഉണ്ട്. ബ്രേക്കർ ഓൺ ചെയ്യുന്നു. അപ്പൊ ഇതേ ഇൻഡിക്കേഷൻ കത്തും. ബാറ്ററിയുടെ സ്റ്റാറ്റസ് ആണ് ഈ കാണിക്കുന്നത് ഇവിടെ കാണുന്നത്.
ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. അതെ, മറ്റേ പോലെ വലിയ കടകട ശബ്ദമൊന്നുമില്ല. ഇല്ല. കൈ എടുക്കാം, വെച്ചു കൊടുത്താൽ മതി. ഇതുണ്ടോ, ഒന്നും ഉണ്ടാവില്ല. മൊത്തം പൊടിഞ്ഞു പോകുന്നല്ലേ? പൊടിഞ്ഞു ഗ്രൈൻഡ് ആയിട്ട് ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ പ്രവർത്തനം. ഇതിന് മെയിൻ്റെനൻസ് ഉണ്ടോ? അതുകൂടെ ഒന്ന് പറയാമോ? മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നമുക്ക് വളരെ മെയിൻ്റെനൻസ് വരാറില്ല. ഇത് നമ്മൾ പറയുന്നത് വർഷം കഴിഞ്ഞിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു 6 മാസമല്ലേ നമുക്ക് കരിമ്പ് കച്ചവടം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഴിച്ചിട്ട്, ഇതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇതായി പോയത്, ഇതും നമുക്ക് ഈ ട്രേയും അഴിച്ചിട്ട് എടുത്തു വെക്കാം. ഈ നോബും ഈ ബാക്കിൽ ഒരു നോബും ഇതുപോലെ ഉണ്ടായിരിക്കും. ഇത് അഴിച്ചിട്ട് എടുത്തു വെക്കാം. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതേ ഈ ബാക്കിൽ ഒരു നോബ് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു നോബ് ഉണ്ടായിരിക്കും. ഇത് കരിമ്പിന്റെ വേസ്റ്റ് വരാനുള്ള ഭാഗമാണ്. ഇവിടെ ഒരു നോബ് ഉണ്ട്. ഇത് നോബ് അഴിച്ചിട്ട് ഈ ട്രേ നമുക്ക് ഇങ്ങനെ അഴിക്കാം. നമുക്ക് നല്ല ആഴമുള്ള ട്രേ ആണ്. നമുക്ക് നല്ല വെയിറ്റും ഉണ്ടായിരിക്കും. ഇത് അഴിച്ചിട്ട് ജസ്റ്റ് ഗ്രീസ് എന്തെങ്കിലും പറ്റി വെളിച്ചെന്തെങ്കിലും പറ്റി എടുത്തു വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ SS-ന്റെ റോളറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഓപ്പൺ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത്രയും പ്യൂർ ആയിട്ടുള്ള SS-ന്റെ റോളേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കംപ്ലൈന്റും ഇതിൽ വരില്ല. ഈ റോളറാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതെ 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 അതെ. എന്നിട്ട് ഒരു കാരണം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഒരു കാരണവശാലും ഇത് തുറന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യരുത്. കാരണം കൈ കുടുങ്ങിയാലും ഹെവി പവറിലാണ് ഇത് വരിക. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ജിഷോ, ഞാൻ ചോദിച്ചിരുന്നത് ഈ ബാറ്ററിയിൽ നമ്മൾ എന്താ പറയുക, ത്രൂ ഔട്ട് ഇപ്പം 1000 ഗ്ലാസ് അടിക്കുക എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് അടിച്ചുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഞാൻ ഒരു 100 ഗ്ലാസ് അടിച്ചു, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ടും പറ്റും. അതായത് നമ്മളിപ്പോൾ റോഡ് സൈഡിൽ ഞങ്ങൾ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒക്കെ നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു 60-80 അല്ലെങ്കിൽ 80-100 അങ്ങനെ കച്ചവടമാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കിലോ കരിമ്പ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയായിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യാറ്. ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഉത്സവങ്ങളിലാവുമ്പോൾ നമ്മൾ വലിയ ഉത്സവങ്ങളിലാവുമ്പോൾ ഏകദേശം ഒരു 200-300 കിലോ ഗ്ലാസ് നമ്മൾ കരിമ്പ് അടിക്കുന്നതാണ്. കിലോ കരിമ്പ് അടിക്കുന്നതാണ്. ഗ്ലാസ് അല്ല, 300 കിലോ കരിമ്പൊക്കെ അടിക്കുന്നതാണ് വലിയ ഉത്സവങ്ങൾക്ക്. അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി 1000 ഗ്ലാസ്. അതെ, എത്ര സമയം കൊണ്ടുള്ള നമുക്ക് അതെ, അത് 300 കിലോ കരിമ്പെന്ന് കണക്ക് കൂട്ടിയാൽ മതി. 400 കിലോ കരിമ്പ് ഇതിൽ പോകും. പക്ഷെ നിങ്ങൾ 300 കിലോ കരിമ്പെത്തുമ്പോഴത്തേക്കും ചാർജ് ചെയ്യണം. കാരണം അത്രയും നിൽക്കരുത്. ഇത് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 4 മണിക്കൂർ. 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ്. ഇത് എന്ത് തരം ബാറ്ററിയാണ്? ഇത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇത് നല്ല ലൈഫ് ഉള്ള ബാറ്ററിയാണ്. നല്ല ലൈഫുള്ള ബാറ്ററിയാണ്. ഇതിന് എത്ര വാറണ്ടി ഉണ്ട്? ബാറ്ററിക്ക് നമ്മൾ 2 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇയർ നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. സർവീസ് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി. ഫുൾ സർവീസ് എപ്പോഴും സർവീസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ എപ്പോഴും സർവീസ് ഉണ്ട്. നമുക്ക് നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. ചെറിയ കംപ്ലൈന്റ് ആണ്, ചിലതാണെങ്കിൽ കൊണ്ടുവരും. അത് ഡിപ്പെൻസ് ആണ്. ഇത് എന്നാ പ്രൈസ് വരും ഇതിന് ടോട്ടൽ വരുന്നത് 80,000 ആണ് നമുക്ക്. 80,000. ബാറ്ററിക്ക് എന്നാ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണോ? ബാറ്ററി, മെഷീൻ, ചാർജർ 3 കൂടി കൂട്ടിയിട്ടാണ് 80,000. ബാറ്ററി തന്നെയാണ് റേറ്റ് വരുന്നത്. ബാറ്ററി എങ്ങനെ കംപ്ലൈന്റ് വന്നു? ബാറ്ററി കംപ്ലൈന്റ് വരില്ല. നമ്മൾ സർവീസ് ചെയ്ത് തരും. ഈ ബാറ്ററി മാത്രമേ നമ്മുടെ മെഷീനിന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ബാറ്ററീസ് ഒന്നും കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ബാറ്ററി നമ്മൾ ഒന്നിച്ചാണ് കൊടുക്കാറ്. എന്നാലും ബാറ്ററി എന്നാ 20,000 റേഞ്ചിൽ വരും, 20 to 30. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജിഷോയുടെ എന്താ പറയുക റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ജിഷോയുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഇരിക്കുന്ന ഡിവൈസുകളാണ് നമ്മൾ ആനിമൽസിനെയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ട നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ കണ്ടാണ് പ്രേക്ഷകർ ആ ഒരു ഡിവൈസ് കുറേയൊക്കെ ജിഷോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട് ജിഷോയി? ആളുകളൊക്കെ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത്? തീർച്ചയായിട്ടും. നമ്മള് റിസർച്ച് സെന്റർ ഒരു കടം പോയി എന്ന് പറയാൻ പാടുള്ളൂ. കാരണം എല്ലാവരുടെ കുട്ടികളുടെ ഒക്കെ മനസ്സിൽ റിസർച്ച് സെന്റർ എന്ന് വലിയൊരു സെറ്റപ്പ് ആയിരിക്കും. അപ്പൊ അവരെ നമ്മൾ പറയുമ്പോ അതെങ്കിലല്ലേ പറയണ്ടേ? വ്യത്യസ്തനാമൊരു ആളാണ് ജിഷോയ്, തവനൂരുകാരൻ ജിഷോയ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മലപ്പുറംകാരൻ തവനൂരുകാരൻ ജിഷോയുടെ ഒരു അടിപൊളി കണ്ടുപിടുത്തം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള സംഗതി, അതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങളൊരു ജ്യൂസ് ഷോപ്പ് ചെറുതായിട്ട് തുടങ്ങുകയാണെങ്കിലും, അല്ല നിങ്ങളൊരു ഉത്സവത്തിനൊക്കെ ഇതുപോലൊരു എന്താ പറയുക ഒരു അഡീഷണൽ ഇൻകം വേണമെന്ന രീതിയിൽ പോവുകയാണെങ്കിലും, 2 ഉത്സവം കൊണ്ട് നിങ്ങൾക്ക് 2 ഉത്സവമോ വള്ളിപ്പെരുന്നാളോ അങ്ങനെ എന്ത് ഇനി ഒരു ഫെസ്റ്റോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 2 പരിപാടി കൊണ്ട് നിങ്ങൾ മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടും. അതിൽ ബാക്കി എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു ഇൻകമായിട്ട്, നല്ലൊരു ചെറുകിട വരുമാനമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വേണമെന്നുണ്ടെങ്കിലും ജിഷോയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഏത് സമയത്തും സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഓക്കെ. അപ്പോൾ ഏത് സമയത്തും ഇത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും തകർപ്പൻ ഒരു വിശേഷമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവുകളും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മലപ്പുറത്ത് നിന്ന് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. ജോബിങ് എമാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.